ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു വിൻട്രേഡറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗംഗ. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോണ NSEയിലാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്കിതിനകത്ത് ഇൻട്രാഡേ ചെയ്യാം, സ്കാൽപ്പിംഗ്, ഷോർട്ട് ടൈം, ലോങ് ടൈം, പൊസിഷൻ ട്രേഡിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ 𝐽𝐶𝐻𝑢ം 𝐶𝐭𝐷𝐴C ബാങ്കും ആണ്. അപ്പോൾ ഇതെല്ലാം ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് റിയൽ ടൈം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിലേ ഒന്നും ഇല്ല. നമ്മളിത് ഏതെടുത്തിട്ടാലേ, അതിപ്പോൾ കമ്മോഡിറ്റീസ് ആണെങ്കിലും NSE ആണെങ്കിലും നമ്മൾ ഏതെടുത്തിട്ടാലും അതിൻ്റെ ലൈവ് മാർക്കറ്റ് റേറ്റ് നമുക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും. എല്ലാം ലൈവിലാണ്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന 𝐽𝐶𝐻𝑢ം 𝐶𝐭𝐷𝐴C ബാങ്കും ആണ്. ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ, ഇപ്പോൾ 𝐭𝐷𝐴C ബാങ്കിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ 1802.40 ഈ മേഖലയിൽ വരുന്നതാണ് മാർക്കറ്റ് വാല്യൂ. നമുക്ക് ഓൾറെഡി ഒരു ബൈ സിഗ്നൽ, ഗ്രീൻ അപ്പ് ആരോ ആണ് ബൈ സിഗ്നൽ, റെഡ് ഡൗൺ ആരോ ആണ് സെൽ സിഗ്നൽ. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നൽസ് ആണ്. ഇപ്പോൾ ഈ സിഗ്നൽ വരുമ്പോഴത്തേക്കും ഉടനെ നമുക്ക് ഇതുപോലൊരു അലേർട്ട് മെസ്സേജ്, നമ്മുടെ സ്ക്രീനിൽ ഒരു അലേർട്ട് മെസ്സേജ് വരും. അതൊരു സൗണ്ട് എഫക്റ്റോട് കൂടി വരുന്നത്, അതായത് ഒരു ബെൽ സൗണ്ട് കൂടി കേൾക്കാൻ കൂടി പറ്റും. അപ്പം നമുക്ക് ഇതിനകത്ത് ഈ അലേർട്ടിൽ എഴുതി വരും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിലും കാണാൻ പറ്റും. ഈ ബൈ സിഗ്നൽ നമുക്ക് വന്ന റേറ്റ് എന്ന് വെച്ചാൽ 1795 11.25 വന്ന് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഇത്രയും 5.05 പോയിന്റ് നമ്മൾ പ്രോഫിറ്റിലാണ്. രണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഈ ഡാഷ്ബോർഡിലും വരും. പക്ഷേ ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൺഫേം ആണോ അല്ലേ എന്ന് നോക്കണം. കൺഫർമേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തെ പ്രൈസ് ഇതുപോലെ ബൈ സോൺ എന്ന് എഴുതി വരണം. അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ഒരു ബാർ ഉണ്ട്. ആ ബാറിൻ്റെ കളർ ഗ്രീനിലായിരിക്കണം. അതായത് 2 കൺഫർമേഷനേ ഉള്ളൂ. ഫസ്റ്റ് ആരോ വരണം. ആരോ വന്ന ശേഷം ഇപ്പോൾ ബൈ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ പ്രൈസ് ബൈ സോൺ ആൻഡ് ആരോടെ താഴത്തെ ഒരു ബാറുണ്ട്. ആ ബാറിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കണം. ഈ 2 കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സിഗ്നൽ കൺഫേം ആണ്. ഡയറക്റ്റ് നമുക്ക് മാർക്കറ്റ് റേറ്റിൽ ട്രേഡ് എടുക്കാം. നമ്മൾ എൻട്രി ചെയ്ത ശേഷം ഈ സിഗ്നൽ നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് നമ്മൾ നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ട്രേഡ് എടുക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് നോക്കിയാൽ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ കാണിച്ചു തരും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഫോളോ ചെയ്യുന്ന റിസ്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെഫ്റ്റ് സൈഡ് നമുക്ക് ടാർഗറ്റ് കൂടെ കാണിച്ചു തരും. ഈ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കാൻ പറഞ്ഞാൽ കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രേഡിനകത്ത് നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു 80 to 90% ആക്യുറസി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതായത് നമുക്ക് ഗ്യാരണ്ടിയോട് പറയാൻ പറ്റും. നമ്മളിപ്പം സോഫ്റ്റ്വെയറിൻ്റെ വാങ്ങിക്കുന്ന ചാർജ് തന്നെ ഈ നമ്മുടെ 1 ടൈം പേയ്മെൻ്റ് ആണ്. അതിപ്പോൾ മാർക്കറ്റ് കൂടെ സപ്പോർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വിത്തിൻ ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾക്കത് റിട്ടേൺ എടുക്കാം. മാർക്കറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. കാരണം ഈ സോഫ്റ്റ്വെയർ നമ്മൾ 13 വർഷം മേലെയായി നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് മന്ത് എൻഡ് റിട്ടേൺ കിട്ടിയിരിക്കും. പിന്നെ ഇതിനപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് നമ്മൾ എൻട്രി ചെയ്യണം. ചില സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള മാർക്കറ്റിൽ ഈ സിഗ്നൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ആ സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ സിഗ്നലിൽ എൻട്രി ചെയ്ത് നമ്മൾ ടാർഗറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത ശേഷം സിഗ്നൽ കണ്ടിന്യൂഷനാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി എക്സിറ്റ് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് വന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് അപ്പോൾ സോഫ്റ്റ്വെയർ പിന്നെ ആ സിഗ്നൽ കണ്ടിന്യൂ ആണെങ്കിൽ സോഫ്റ്റ്വെയർ തരും രണ്ടാമതൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞുതരും റീ എൻട്രി ചെയ്യാനുള്ള. റീ എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ നമുക്ക് ആ സമയത്തെ മാർക്കറ്റ് ലെവലിനനുസരിച്ച് ഒരു എൻട്രി പോയിന്റും കാണിച്ചു തരും, അതനുസരിച്ചൊരു എക്സിറ്റ് ലെവലും കാണിച്ചു തരും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്റ്റായിട്ട് ട്രേഡ് എടുക്കാം. ഇതുപോലെ റീ എൻട്രി കാണിച്ചു തരും. പിന്നെ ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും കാണിച്ചു തരും. ഈ മേഖലയിൽ ഒരു റെഡ് സ്റ്റാർസ് വരുന്നില്ല, അതാണ് റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് വെച്ചാൽ ആ റെസിസ്റ്റൻ്റ് ഇനി ബ്രേക്ക് ചെയ്ത് ഇപ്പോഴത്തെ റെസിസ്റ്റൻ്റ് ആണ് 1804.70. ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മാർക്കറ്റ് കയറിപ്പോൾ. ഇപ്പോൾ മാർക്കറ്റ് 1801 നിൽക്കുന്നത്. പിന്നെ ഈ താഴത്തൊരു ബ്ലൂ ഇല്ലേ, അതാണ് സപ്പോർട്ട് ലെവൽ 1791.81 സപ്പോർട്ടിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്താലേ ഇനി ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് ലെവലും കൂടെ നമുക്ക് ഇതിനകത്ത് സോഫ്റ്റ്വെയർ കാണിച്ചു തരും. പിന്നെ എന്ന് വെച്ചാൽ സൈഡ് വേ പോണ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കളർ ചേഞ്ച് ചെയ്തും കൂടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. നോർമൽ കളേഴ്സ് റെഡ് ആൻഡ് ഗ്രീൻ ആണ്. ഈ റെഡും ഗ്രീനും അല്ലാതെ എക്സ്ട്രാ കളേഴ്സ് വരുന്നില്ല. ലൈക്ക് ഓറഞ്ച് കളേഴ്സ് വരും, ലൈറ്റ് ബ്ലൂ, MD ക്യാൻഡിൽ, വൈറ്റ് ക്യാൻഡിൽസ് ഒക്കെ വരും. അതാണ് സൈഡ് വേ ഇൻഡിക്കേഷൻ. അപ്പോൾ സൈഡ് വേ മാർക്കറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് സോഫ്റ്റ്വെയർ കാണിച്ചു. അപ്പോൾ ഫുൾ ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ വേർഷൻസും അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കാണിക്കുന്ന വേർഷൻ എന്ന് വെച്ചാൽ 8.1 ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു സ്കാനർ കൂടെ കിട്ടുവേ. ആ സ്കാനർ നമുക്ക് ഒരു മാക്സിമം 75 സിമ്പിൾസ് വരെ ആഡ് ചെയ്തിടാം. അപ്പോൾ ആ സിമ്പിൾസിനെയൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് സോഫ്റ്റ് സിഗ്നൽസ് പറഞ്ഞു തരും. അത് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. പിന്നെ പുതിയ വേർഷൻ വരുന്നുണ്ട്. ഒരു 10th വേർഷൻ നമ്മൾ ഇന്ന് റിലീസ് ചെയ്യാൻ പോകണം. അതിൻ്റെ കൂട്ടത്തിൽ സ്കാനറിൻ്റെ 3ാമത്തെ വേർഷൻ കൂടെ വരും. അതും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചാർജ് എന്ന് വെച്ചാൽ 1 ടൈം ആണ്. അപ്ഡേഷൻ എല്ലാം ഫ്രീ ആണ്. ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും, ട്രെയിനിങ് കിട്ടും. ഇത് നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. MCX, NSE, FOREX, COMEX, AGRI എല്ലാം. ഇപ്പോൾ നിങ്ങൾ FOREX ട്രേഡ് ആണെങ്കിൽ FOREXിൽ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ലൈവ് അക്കൗണ്ടിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും.
അപ്പോൾ ഇതുപോലെ ഇത് കണ്ടേ, ഇതിനകത്ത് സ്കാനർ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ സിഗ്നൽസ് പറഞ്ഞു തരും. ഇപ്പോൾ ഇതെല്ലാ സിഗ്നൽ നമ്മൾ എൻട്രി ചെയ്യണ്ടേ, ചിലപ്പോൾ ഇത് ഡയറക്റ്റ് എൻട്രി ആകാം, റീ എൻട്രി സിഗ്നൽസ് ഒക്കെ ആകാം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ആ ചാർട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ഇത് കണ്ടേ, ഈ സിഗ്നൽ ഇപ്പോൾ ബജാജ് ഫിനാൻസ്, ബ്രിട്ടാനിയ, ജിൻഡാൽ സ്റ്റീൽ, അപ്പോൾ ഇത് കണ്ടേ, ഇത് നമ്മളിപ്പം 10.75 ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിൽ ഈ കാണുന്ന ഐറ്റംസ്, ഈ ബജാജ് ഫിനാൻസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പം നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിനാണ് ഈ ബെൽ സൗണ്ട് കാണിച്ചിരിക്കുന്നത്. ഈ ബെൽ സൗണ്ട് എന്ന് വെച്ചാൽ അതിനകത്താണ് സിഗ്നൽ വന്നിരിക്കുന്നത്. ഇത് കണ്ട ബജാജ്, അതിൻ്റെ അവിടെ ഒരു ബെൽ സൗണ്ട് ഉണ്ട്, ബ്രിട്ടാനിയൊക്കെ ഉണ്ട്, ജിൻഡാൽ സ്റ്റീൽ, JSW, ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനാണ് ഇങ്ങനെ ബെൽ സൗണ്ട്, ബെല്ലിൻ്റെ ഐക്കൺ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്രെയിനിങ് സെഷൻ പറഞ്ഞ് കൊടുക്കുക, അതിനകത്ത് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിയും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡെമോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഇപ്പം ക്രിപ്റ്റോയിലുണ്ടെങ്കിൽ ക്രിപ്റ്റോയിൽ നമുക്ക് ട്രേഡ് എടുക്കാവേ, എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ കാണിച്ചു തന്നത് ലൈവാണ്. ഇപ്പം കൊഡാക്കിൽ ഞാൻ പറഞ്ഞു തന്ന് ബൈ ആണ്, അത് കണ്ടിന്യൂ ചെയ്യുവാണ്. 2 ടാർഗറ്റ് അടിച്ച് JSW-ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ സെല്ല് വന്നതാണ് 763.45 22 പോയിന്റോളം മാർക്കറ്റ് ഇറങ്ങി, ഇടയ്ക്കൊന്ന് കയറിയെങ്കിലും പിന്നെ മാർക്കറ്റ് ഇറങ്ങിപ്പോയേ. താഴത്ത് കണ്ടിന്യൂ റെഡ് തന്നെയാണ്. അപ്പോൾ കണ്ടിന്യൂ റെഡ് ആണെങ്കിൽ മാർക്കറ്റ് പിന്നെയും ഡൗണിലോട്ട് തന്നെ പോകത്തുള്ളൂ. ഇടയ്ക്ക് നമുക്കൊരു 11:45 റീ എൻട്രി വന്നിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. എല്ലാം ലൈവിലാണ്. നമുക്കൊരു 80 to 90% ആക്യുറസി എന്തായാലും നമുക്ക് കിട്ടും. 100% ആരും പറയത്തില്ലല്ലോ, കാരണം 100% ഒരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ എന്ന് വെച്ചാൽ 80 to 90% എന്ന് വെച്ചാൽ അത് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. അത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ സോഫ്റ്റ്വെയറിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പേയ്മെൻറ്റ് വിത്തിൻ 1 വീക്കിനുള്ളിൽ നിങ്ങൾക്കത് റിട്ടേൺ എടുക്കാം. മാർക്കറ്റ് കൂടെ സപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് 1 വീക്കിനുള്ളിൽ റിട്ടേൺ കിട്ടും. പിന്നെ നമുക്കിത് അപ്ഡേഷനൊന്നും നമ്മൾ പേയ്മെൻറ്റ് ഈടാക്കാറില്ല. എല്ലാം അപ്ഡേഷൻ ഫ്രീ ആണ്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ച ലൈവാണ്. ഇത് നിങ്ങൾ ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. 9061973737 എൻ്റെ നമ്പർ. ഒഫീഷ്യലാണ്. ഇതിനകത്ത് വാട്സപ്പ് കൊണ്ട് മെസ്സേജ് അയക്കാം. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് wintradersoft.com, അതിനകത്തൊരു ലൈവ് സപ്പോർട്ടുണ്ട്. ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് വരാവേ. പിന്നെ അതിനകത്തൊരു റിവ്യൂസ് പേജ് കൂടെ ഉണ്ട്. അതിനകത്ത് നമ്മൾ കസ്റ്റമേഴ്സ് റിവ്യൂസ്, അതായത് ഇത്ര റിട്ടേൺ കിട്ടിയെന്നുള്ളവർക്ക്, പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളവർ നമുക്ക് അയച്ചു തരും. അത് നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.